ബാങ്കുകാരോട് കയ്യുമ്മ കയ്യില്ലാന്ന് തുറന്നങ്ങട്ട് പറയാ. ബാങ്കിന്നൊക്കെ ലോൺ എടുത്തിട്ടും ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടും ഇതെങ്ങനെ തിരിച്ചടക്കുംന്ന് ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കില് ഓർക്ക് ഈ അജ്മാൻ ബാങ്ക്, അതേമാതിരി എ.ഡി.സി.ബി, എഫ്.എ.ബി ഇങ്ങനെ പറയുന്ന ബാങ്കുകളൊക്കെ കുറച്ച് ഇളവുകളൊക്കെ നൽകുന്നുണ്ട്. ഇപ്പൊ ഈ അജ്മാൻ ബാങ്കും എഫ്.എ.ബി ഒക്കെ ഒരു 30 to 60 ഡേയ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ തിരിച്ചടക്കാൻ ചെറിയൊരു കാലാവധി കൊടുക്കുന്നുണ്ട്. എ.ഡി.സി.ബി അതേമാതിരി എന്തോ പരിപാടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊന്നുമല്ല നമ്മളെ ബാങ്ക്, നമുക്ക് കുറേ പൈസ അടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാട്ടാ, നമ്മളെ കയ്യിൽ കായില്ല എൻ്റെ ചങ്ങായി എന്ന് പറഞ്ഞിട്ട് ഓൽക്ക് വിളിക്കുക, മെയിൽ അയക്കുക, എന്തേലൊക്കെ ചെയ്യുക. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചിലപ്പോൾ ഓല് പറഞ്ഞാൽ എന്തായാലും നമ്മളെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് പടച്ചോനെ എന്താ പടക്കുക, ഒരു വരുമാനവും ഇല്ലല്ലോ, ഇപ്പൊ നാട്ടിലാണല്ലോ, ഇതെങ്ങനെ തിരിച്ചടക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. ഇതൊന്നും ടെൻഷൻ അടിച്ച് ഇങ്ങനെ കൂട്ടാതെ ഓൽക്കൊന്ന് വിളിച്ചോ, അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കുക. അപ്പം ചങ്ങായി ഞാനിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൂടെ കടന്നു പോവാണ്. എൻ്റെ കയ്യിൽ ഇത് ഈ മാസം അടക്കാനുള്ള വകുപ്പില്ല. എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? എന്തെങ്കിലും ഒരു ഹോപ്പ് നമുക്ക് തരാൻ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിക്കണതിന് പ്രശ്നമില്ലല്ലോ. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പറയും ഒരു വകുപ്പില്ല മക്കളെ, ഇത് തിരിച്ചടച്ചേ മതിയാവുള്ളൂ. ഇനി എങ്ങാനും എന്തോ ഒരു വകുപ്പുണ്ട്, ഒരു 30 ദിവസം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാലോ, എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നിങ്ങനെ അയച്ചു നോക്ക്. അപ്പോൾ കുറച്ച് ചിലപ്പം സമാധാനം കിട്ടും. നമ്മളെ കാര്യങ്ങൾ ബോധിപ്പിച്ചല്ലോ എന്നുള്ള ടെൻഷനെങ്കിലും ചിലപ്പോൾ ഒഴിഞ്ഞു കിട്ടും. നിങ്ങളത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊന്നും ഓരോട് പറയാതിരിക്കുക. ഓര് വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സമയത്ത് മാന്യമായിട്ട് സംസാരിക്കുക. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ.